ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വെലാം ഈസി വേൾഡ്. അപ്പോൾ നമ്മൾ ഇന്നലെ 25 ഡേയ്സിൻ്റെ ഒരു സ്റ്റഡി പ്ലാനാണ് സെക്രട്ടേറിയറ്റ് ഒക്ക് വേണ്ടിയിട്ട്, അതായത് 10th പ്രിലിംസിന് വേണ്ടിയിട്ടുള്ളതിൽ കണ്ടത്. അപ്പോൾ LGS പരീക്ഷയും മറ്റു കാരണങ്ങളാലും ഒക്കെ പഠിച്ചു തുടങ്ങാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു ഹെൽപ്ഫുൾ ആകുന്നൊരു വീഡിയോ ആണ് ഇത് കേട്ടോ. അപ്പോൾ 25 ദിവസം, ഓരോ ദിവസവും നമ്മൾ എന്തൊക്കെ കൃത്യമായി പഠിക്കണം, അങ്ങനെ 25 ദിവസം കൊണ്ട് സിലബസ് കംപ്ലീറ്റ് കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കാണാത്തവർ ഒന്ന് കണ്ടു നോക്കൂ. ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവർക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും, തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾറെഡി സെക്രട്ടേറിയറ്റ് ഒയ്ക്ക് വേണ്ടിയിട്ട് ഒരു 7 വീക്സിൻ്റെ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വീക്ക്ലി ബേസിസിലാണ് നമ്മൾ പറഞ്ഞത്, ഓരോ വീക്കിലും എന്തൊക്കെ പഠിക്കണം എന്നുള്ളത്. അപ്പോൾ ഈ ഒരു വീക്ക്ലി ചലഞ്ചിൻ്റെ ഭാഗമാകാൻ താല്പര്യമുള്ളവർ വീക്ക് 1ൻ്റെയും വീക്ക് 2ൻ്റെയും ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇന്ന് നമ്മൾ വീക്ക് 3 ആൻഡ് വീക്ക് 4ൻ്റെ ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ അതിൽ എന്തൊക്കെ ഓരോ വീക്കിലും നമ്മൾ പഠിക്കണമെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ഏതൊക്കെ ദിവസങ്ങളാണ്, ഇപ്പോൾ ആർക്കൊക്കെ ഏതൊക്കെ സ്റ്റേജസിലാണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിൽ മോഡിഫിക്കേഷൻസ് വരുത്തി സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെയാണെന്ന് വെച്ചാൽ വീക്ക്ലി നിങ്ങൾക്ക് തന്നെ അതിൽ അറേഞ്ച് ചെയ്യാം. ഏതൊക്കെ ടോപ്പിക്സ് ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ അഡീഷണൽ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യാം, അങ്ങനെ ചെയ്യാം കേട്ടോ. അത് അതിന് മുൻപ് ഞാൻ പറഞ്ഞോളട്ടെ, വേറെ ഒന്നുമല്ല, മിക്കവർക്കുള്ളൊരു ഡൗട്ട് ഉണ്ട്, SCERT മാത്രം മതിയോ, NCERT നോക്കണോ എന്നുള്ളതൊക്കെ. അപ്പോൾ ഞാൻ പറയട്ടെ, എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടുള്ള കാര്യം ഞാൻ പറയാം. അപ്പോൾ നമുക്ക് വീക്ക് 3 ആദ്യം ഒന്ന് നോക്കാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങൾ, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരും, പിന്നെ ഒരു പൗരൻ്റെ കടമകൾ, രോഗങ്ങളും രോഗകാരികളും മൂലകങ്ങളും അവയുടെ വർഗീകരണവും, പ്രവൃത്തിയും ഊർജ്ജവും, ദശാംശ സംഖ്യകൾ, സമാനബന്ധങ്ങൾ, തരംതിരിക്കൽ, കറണ്ട് അഫയേഴ്സ് ജൂലൈ ടു സെപ്റ്റംബർ 2024. ഓക്കെ, ഇനി SCERT റെഫറൻസസ് ആയിട്ട് വരുന്നത് നോക്കിയേ. ചെറുത്തുനിൽപ്പുകളും ഒന്നാം സ്വാതന്ത്ര്യ സമരവും സ്റ്റാൻഡേർഡ് 7 ചാപ്റ്റർ 3 ആണ്. കേരളം ആധുനികതയിലേക്ക് സ്റ്റാൻഡേർഡ് 10 ചാപ്റ്റർ 8. ദെൻ പ്രവൃത്തി പവർ ഊർജ്ജം സ്റ്റാൻഡേർഡ് 9 ചാപ്റ്റർ 5. പീരിയോഡിക് ടേബിൾ 10 ചാപ്റ്റർ 4. ഇത്രയാണ് നമ്മൾ റെഫറൻസസ് ആയിട്ട് ചാലഞ്ച് 3, അതായത് ഫോർ വീക്ക് 3 പറയുന്നത് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതനുസരിച്ച് വീക്ക്ലി നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഇപ്പോൾ 7 വീക്സ് എന്ന് പറയുമ്പോൾ 49 ഡേയ്സ് അല്ലേ വരിക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ എക്സാം എന്നാണോ വരുന്നത് അതിനനുസരിച്ച് ഒന്ന് മാറ്റുക. കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ ഞങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, ദെൻ വീക്ക് 4 നമുക്ക് ഇന്ത്യയുടെ ഊർജ്ജ മേഖലയിലെയും ഗതാഗത വാർത്താവിനിമയ മേഖലയിലെയും പുരോഗതി, കേരളത്തിലെ നദികളും കായലുകളും, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, ഹൈഡ്രജനും ഓക്സിജനും, ഊർജ്ജവും അതിൻ്റെ പരിവർത്തനവും, വർഗവും വർഗ്ഗമൂലവും, അർത്ഥവത്തായ രീതിയിൽ പദങ്ങളുടെ ക്രമീകരണം, കറണ്ട് അഫയേഴ്സ് ഒക്ടോബർ ടു നവംബർ 2024. ഓക്കെ, അപ്പോൾ നമ്മൾ 7 വീക്സിൻ്റെയാണ് ചലഞ്ച്, 4 വീക്സിൻ്റെ പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള വീക്സിനെ ഞാൻ നെക്സ്റ്റ് പറയുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടില്ല, നമ്മൾ ഇപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ 10th ലെവലിലുള്ള എക്സാമിനൊക്കെ SCERT ടെക്സ്റ്റുകളായിരുന്നു കൂടുതലും ചോദിച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇപ്പോഴും SCERT ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ എൻ്റെ ഒരു സ്റ്റുഡൻ്റൊക്കെ പറഞ്ഞത് എന്താണ്, കൂടുതലും അതായത് ഇപ്പോൾ ഈ ഒരു ലെവലിലൊക്കെ ഇപ്പോൾ കൂടുതലും NCERT ചോദിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആൾ വർക്കിംഗ് ആണ്. അപ്പോൾ ആൾ പറഞ്ഞത് അങ്ങനെയാണ്, NCERT ലെവലാണ് ഇപ്പോൾ കൂടുതലും ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ എക്സാക്റ്റായിട്ട് ഇപ്പോൾ പറയാൻ പറ്റില്ല. പ്രിലിംസ് എന്നുള്ളൊരു ഇതിൽ വെച്ചിട്ട് നമുക്ക് കൂടുതലും SCERT റെഫറൻസസ് തന്നെ വെക്കാം. ഓക്കെ, സപ്പോസ് ഇപ്പോൾ SCERT നല്ല രീതിയിൽ തന്നെ എല്ലാവരും കവർ ചെയ്യുക. ഇപ്പോൾ LDC ലെവലാണെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ കുറച്ചൊക്കെ കൂടുതലും SCERT എന്നൊക്കെയാണ് ചോദിച്ച് കണ്ടിരിക്കുന്നത് അല്ലേ. ഇനി മെയിൻസ് ലെവലിലോട്ട് എത്തുമ്പോൾ ചിലപ്പോൾ കുറച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, NCERT കൂടെ നമ്മൾ കൂടുതലും ഇപ്പോൾ ഡിഗ്രി ആണെങ്കിലും അതുപോലെ +2 ലെവൽ എക്സാംസിനൊക്കെ കൂടുതലും NCERT ടെക്സ്റ്റ് തന്നെ നമ്മൾ റെഫർ ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഇത് പ്രിലിംസ് ആയതുകൊണ്ട് SCERT തന്നെ കൂടുതലും ഫോക്കസ് ചെയ്യുക മാക്സിമം. NCERT ലെവൽ എന്നൊക്കെ പറയുന്നത് കുറച്ചും കൂടെ ഹൈ ലെവലായതുകൊണ്ട് അത് ഇപ്പോൾ തൽക്കാലം ഇപ്പോൾ ലേറ്റസ്റ്റ് നടന്ന ഒരു LDC എക്സാമിനൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ലെവലിലൊക്കെ. ഓക്കെ, അങ്ങനത്തെ രീതിയിൽ ഇപ്പോൾ NCERTയുടെ ഒരു എക്കണോമിക്സ് ആ ഒരു ഏരിയയിൽ നിന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് NCERT ടെക്സ്റ്റിലുള്ളതായിരുന്നു. അപ്പോൾ നോക്കിയിട്ട് ചോദ്യപേപ്പർ നോക്കിയിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കിയെടുക്കുക. എന്നിട്ട് ആ ഭാഗം മാത്രം NCERT റെഫർ ചെയ്താലും തെറ്റൊന്നുമില്ല. പക്ഷേ 10th ലെവലിൽ കൂടുതലും SCERT ആണ്. അത് നന്നായിട്ട് തന്നെ എല്ലാവരും വായിച്ചു വെച്ചേക്കുക. ഓരോ പറയുന്ന പാഠങ്ങളും അതിൻ്റെ ഓരോ നമ്മൾ ജസ്റ്റ് മിയറായിട്ട് പഠിക്കാതെ അതിൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു റാങ്ക് ഫയലും കൈവയ്ക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. കാരണം ടെക്സ്റ്റ് മാത്രമല്ല, റാങ്ക് ഫയൽ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ അതിൽ സോർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ ഓരോ കാര്യങ്ങളും, കുറച്ചും കൂടി അഡീഷണൽ ഇൻഫർമേഷനും ഫാക്ട്സും ഉണ്ടാകും. അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ നമുക്ക് റാങ്ക് ഫയൽ കുറച്ചും കൂടെ എനിക്ക് ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ, പല കാര്യങ്ങളും റാങ്ക് ഫയൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് തെറ്റൊന്നുമല്ല. പിന്നെ ഇപ്പോൾ പോളിറ്റി പോലത്തെ കാര്യങ്ങൾ, ഇന്ത്യൻ പോളിറ്റി പോലത്തെ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ലക്ഷ്മികാന്തിൻ്റെ ബുക്ക് ഉണ്ടെങ്കിൽ നല്ലതാണ്. അതാണ് കൂടുതലും ആധികാരികമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, കാര്യങ്ങളൊക്കെ. അപ്പോൾ അതാണ് എനിക്ക് ഒരു അഭിപ്രായം. അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ SCERT കവർ ചെയ്യുക, ഒരു റാങ്ക് ഫയലും കൂടെ വെച്ച് നോക്കുക.
പിന്നെ ഈ ചരിത്രമൊക്കെ അത്യാവശ്യം നല്ല ടഫായിട്ട് തന്നെ ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ശ്രീധരൻ മേനോൻ്റെ ബുക്കൊക്കെ പറയാറുണ്ട് ചരിത്രത്തിൻ്റെ നോക്കാൻ റെഫർ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ LDC പറയുമ്പോൾ പോലും നമ്മൾ SCRTയുടെ ഒപ്പം കുറച്ചൊക്കെ NCERT ചാപ്റ്റേഴ്സും കൂടെ പറയാറുണ്ട് നോക്കാൻ LDCയുടെ. അത് പിന്നെ ഒരു മെയിൻസ് ലെവലിലാണല്ലോ ആ ഒരു ഒറ്റ എക്സാം നടന്നത്. അപ്പോൾ ഇതിപ്പോൾ ഒരു പ്രിലിംസ് ലെവലായതുകൊണ്ട്, പ്രിലിംസ് മെയിൻസ് എന്നുള്ള രീതിയിലായതുകൊണ്ട് SCRT കൂടുതൽ നോക്കുക. പിന്നെ ചോദ്യപേപ്പറിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട് എങ്കിൽ ആ ഭാഗങ്ങളൊക്കെ ഒന്ന് NCERT നോക്കുന്നതിൽ തെറ്റൊന്നുമില്ല. റെഫർ ചെയ്യുന്ന ഒരു എക്സ്ട്രാ റെഫറൻസ് എന്നുള്ള രീതിയിൽ എപ്പോഴും നോക്കുന്നത് നല്ലത് തന്നെയാണ്, നിങ്ങൾക്ക് അതിനുള്ള ടൈം കിട്ടുന്നുണ്ടെങ്കിൽ. പിന്നെ കൂടുതലും GK നല്ലോണം ഫോക്കസ് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ ഇന്നലത്തെ വീഡിയോയിൽ LGS അത്യാവശ്യം ടഫാണെന്ന് മിക്കവരും പറയുന്നത് കേട്ടു, GK ലെവലൊക്കെ. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ എല്ലാവരും നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.